ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്ങള ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്. തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കുറച്ച് യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഞാൻ പർച്ചേസ് ചെയ്തത്, അതായത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതിൽ ഞാൻ കുറച്ചധികം നാൾ യൂസ് ചെയ്ത് എനിക്ക് യാതൊരു കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുള്ള കുറച്ച് സംഭവമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഫാഷൻ ഹോൾ വീഡിയോ ആണ്. മെയിനായിട്ട് കുറച്ച് ലെഗിൻസ്, ഒരു ജീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ വിഷു ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഒരു സെറ്റ് സാരി എടുത്തിട്ടുണ്ടായിരുന്നു. മുണ്ട് വേഷ്ടി ഉണ്ടല്ലോ, ആ ഒരു സെറ്റ് നമുക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗത്തിൽ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നതെല്ലാം ഞാൻ കുറച്ചധികം നാൾ യൂസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ആദ്യം എടുത്തിട്ടുള്ളത് ഈ ഒരു ജീൻസ് ആണ്. ഞാൻ ഈ ഒരു എലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സൈസിൻ്റെ അത് ഭയങ്കര ഒരു പ്രോബ്ലം ആയിട്ട് വരില്ല. ഇപ്പോൾ എൻ്റെ വയറൊക്കെ ചാടിയിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ കളർ വെറൈറ്റി കളർ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ലൈറ്റിൻ്റെ ചെറിയൊരു ഇതുകൊണ്ട് ഷെയ്ഡിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ചേഞ്ച് ചിലപ്പോൾ തോന്നുമായിരിക്കും കേട്ടോ. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ ഷെയ്ഡിൽ ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യാം. എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു ജീൻസാണ് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. എലാസ്റ്റിക് ഉള്ളത് വേണമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ എലാസ്റ്റിക് എടുത്തത്. പിന്നെ ജീൻസിൻ്റെ കാര്യമൊന്നും അധികം ഒന്നും കാണിച്ചു തരാനില്ലല്ലോ. നല്ല സിമ്പിളാണ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത് ഞാൻ എടുത്തിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. മറ്റൊന്നുമല്ല, രണ്ടാമതൊരു ലെഗിൻസ് ആണ് എടുത്തിട്ടുള്ളത്. കാരണം ഞാനൊരു മെറൂൺ കളർ ടോപ്പ് എൻ്റെ അമ്മ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പെയർ ചെയ്യാനായിട്ടൊരു കറക്റ്റ് മാച്ച് ആയിട്ടുള്ള സംഭവം എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കാണിച്ചു തരാം. ഇതാണ് ആ ഒരു ലെഗിൻ എന്ന് പറയുന്നത്. നല്ല കളറാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എൻ്റെ അത് കളറൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വാഷ് ചെയ്യുമ്പോൾ കളറൊന്നും അങ്ങനത്തെ ഇഷ്യൂസും കളർ പോവാ ഇഷ്യൂ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചധികമായിട്ട് യൂസ് ചെയ്യാണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിതിൻ്റെ മെറ്റീരിയൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചിലവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും മെറ്റീരിയൽ. എനിക്ക് ചില ലെഗിൻസിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ എന്താ പ്രോബ്ലം വരിക എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ പോലെ തോന്നും. സ്വതവേ എനിക്ക് ലെഗിൻസ് യൂസ് ചെയ്യുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്കിഷ്ടം സോഫ്റ്റ്, കുറച്ച് ലൂസായിട്ടുള്ള പാൻസ് കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. പക്ഷേ ചില ഡ്രസ്സിന് നമുക്ക് ലൂസായിട്ടുള്ള പാൻറ്റിട്ട് ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തതാണ് ഈ ഒരു സംഭവം തന്നെ. ഇട്ടിട്ടുള്ള ഇമേജ് വന്ന് ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തത് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ട്വിൻ ബേർഡ്സിൻ്റെ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതായിരിക്കും കേട്ടോ. ഇനി മൂന്നാമത്തത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ 3/4 ലെങ്ത്തിൽ വരുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമുക്കൊരു ഫ്രോക്ക് മോഡൽ ഒക്കെ ആയിട്ടുള്ളത് നമുക്ക് ഡ്രസ്സൊക്കെ ഒരുപാട് അവൈലബിൾ ആണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കേട്ടോ. അപ്പോൾ അങ്ങനത്തേനൊക്കെ നമ്മൾ ലെഗിൻസ് ഇടാൻ ഡ്രസ്സിൻ്റെ ഭംഗി അങ്ങ് പോകും. അപ്പോൾ അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ ഒത്തിരി യൂസ് ചെയ്തു. കളർ പോകും അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്, അത്യാവശ്യം തിക്കാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വാങ്ങിച്ചതിൽ എന്തെങ്കിലും പ്രോബ്ലമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിട്ടേൺ ചെയ്യാനോ റീപ്ലൈ ചെയ്യാനോ ഒക്കെ ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഇപ്പോൾ ആമസോണിൽ നിന്നായാലും നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം. ഇനിയല്ല, നിങ്ങളിപ്പോൾ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് വാങ്ങിച്ചോ, നമുക്കത് റിട്ടേൺ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബ്യൂട്ടി പ്രോഡക്റ്റ് റിട്ടേൺ ഇല്ല. പക്ഷേ പാക്കേജിങ്ങിൽ വന്ന മിസ്റ്റേക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യാഷ് നമുക്ക് തിരിച്ചു കിട്ടും കേട്ടോ. ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു സമയത്ത് നമുക്ക് പുറത്ത് പോയി പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടി ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് അവൈലബിൾ ആവുന്നുണ്ട്. പിന്നെ ഞാൻ ഇതൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല പ്രൈസ് ഡ്രോപ്പിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒത്തിരി എനിക്ക് അതുകൊണ്ട് പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പിന്നെ എടുത്തത്. ഇനി എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് സാരിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് എടുത്തതാണ്. ഒരു സെറ്റ് മുണ്ട് വേഷ്ടി ഒരു കൈൻഡ് ഓഫ് ആണ് എടുത്തിട്ടുള്ളത്. കൈൻഡ് ഓഫ് അല്ല, മുണ്ട് വേഷ്ടിയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് ഞാൻ അമ്മയ്ക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി സമയത്ത് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് എവിടെ ഷെയർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. കൂത്താമ്പള്ളിയുടെ അതാണെന്ന് തോന്നുന്നു കേട്ടോ സംഭവം. നമുക്ക് ആമസോണിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് കുറേ കളർ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ എടുത്തത്. പിന്നെ എന്തായാലും ഇപ്പോൾ വിഷു ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഇപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്നതാണ്.
നമുക്കിനി പുതിയ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇനി കാണിക്കാം. പക്ഷേ ഇത് മുൻപേ ഞാൻ എടുത്തിട്ടുള്ളൊരു സംഭവമാണ്. വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളതാണ്. കാരണം അമ്മയ്ക്ക് ഇങ്ങനത്തതാണ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ലേ നമ്മൾ വാങ്ങിക്കാം. നമുക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. സെറ്റ് മുണ്ട്, സെറ്റ് സാരി എന്നൊക്കെ പറയുന്നത്. അമ്മയുടെ കയ്യിൽ ഒരു കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ. ഇനി നാട്ടിൽ പോയിട്ട് അമ്മ വേണമെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പിന്നെ കാണിച്ചിട്ടുള്ളത്. മെറ്റീരിയലൊക്കെ സൂപ്പറാണ്. കളറ് നല്ല അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ്. ഇനി എടുത്തിട്ടുള്ളത് എല്ലാവർക്കും എടുത്തല്ലോ. അപ്പോൾ ഞാൻ ഏട്ടന് എടുത്തിട്ടുള്ള ഒരു കൂളിംഗ് ഗ്ലാസും കൂടിയാണ് കേട്ടോ. സൺഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പം വെയിൽ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയല്ലോ. അപ്പോൾ ഞാൻ കുറേ ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഫാസ്റ്റ് ട്രാക്ക് അങ്ങനെ ഒരുപാട് ഇതിൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ വാങ്ങിച്ചാൽ എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ എനിക്ക് 599 മറ്റുമാണ് ഇത് കിട്ടിയത്. എനിക്ക് നന്നായിട്ട് കൊള്ളാൻ തോന്നിയിട്ടൊരു സംഭവമാണ് കേട്ടോ. അഫോർഡബിൾ പ്രൈസിന് അത്യാവശ്യം നല്ലൊരു സൺഗ്ലാസ് ആണ്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്, നല്ല പാക്കേജ് കാര്യങ്ങളിലൊക്കെയാണ് വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു സൺഗ്ലാസ് ആണ്. ഏട്ടന് അത്യാവശ്യം നമുക്ക് ഈ മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. കാരണം ഏട്ടന് കുറച്ച് ഇവിടെ വീതി കൂടുതലുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഏട്ടന് ആപ്റ്റ് ആവുന്ന ഒരു ടൈപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ സൺഗ്ലാസസിൽ ഒരുപാട് കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഞാനിത് ഓഫർ പ്രൈസിന് കണ്ടുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച് വാങ്ങിച്ചതാണ്. അധികവും ഫാസ്റ്റ് ട്രാക്ക് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഒന്ന് വെറൈറ്റി ആയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന് മുമ്പ് വേറെ ഒന്ന് വാങ്ങിച്ചിരുന്നു കേട്ടോ. രണ്ടായിന്ന് മിസ്സായി പോയിട്ടാണ്. അപ്പോൾ ഞാൻ വെച്ചു എന്തായാലും ഒന്നുകൂടെ വാങ്ങിക്കാമെന്ന്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ അവരോട് കൊണ്ടുവരാനാണ് കേട്ടോ പറയാം. അങ്ങനെ വരും, അല്ലെങ്കിൽ കൊറിയറായിട്ട് അയക്കും. അങ്ങനെയാണ് സാധനങ്ങൾ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് ഷെയർ ചെയ്യാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഏതാ വാങ്ങേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, എത്രയേ വേണ്ടു. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.